ആമിൽ അൽ റസൂൽ അധ്യായം 6. സ്വഹാബികളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരുന്നു. അക്കാലത്ത് ദിവസം തോറുമുള്ള ഉജീനത്തിൻ്റെ വിതരണത്തിൽ അവരുടെ വിധവകൾ അവഗണിക്കപ്പെടുന്നുവെന്ന് യുനാനികൾ എബ്രായർക്കെതിരെ പിറുപിറുത്തു. അതുകൊണ്ട് റസൂലുമാർ സ്വഹാബികളുടെ കൂട്ടത്തെ ഒന്നിച്ചു കൂട്ടി പറഞ്ഞു, ഞങ്ങൾ കലിമയുടെ ഖിദ്മത്തിനെ ഉപേക്ഷിച്ചു തീന്മേശകളിൽ ഖിദ്മത്ത് ചെയ്യുന്നത് ശരിയല്ല. അതിനാൽ ഇഖ്വാനീങ്ങളെ, സാക്ഷ്യമുള്ളവരും റൂഹുൽ ഖുദ്ദൂസും ഇൽമ കൊണ്ടും നിറഞ്ഞവരുമായ 7 പേരെ നിങ്ങളിൽ നിന്ന് കണ്ടുപിടിക്കുവിൻ. ഞങ്ങൾ അവരെ ഈ ചുമതല ഏൽപ്പിക്കാം. ഞങ്ങൾ ദുആയിലും കലിമയുടെ ഖിദ്മത്തിലും എപ്പോഴും വ്യാപൃതരായിരിക്കാം. അവർ പറഞ്ഞത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അവർ ഈമാനും റൂഹുൽ ഖുദ്ദൂസും നിറഞ്ഞ സ്തെഫാനോസ്, ഫൽബൂസ്, പ്രൊക്കോറോസ്, നിക്കാനോർ, തീമോൻ, പർമേനാസ്, ജൂതദീനിനെ കബൂലാക്കിയ അന്ത്യോക്യക്കാരൻ നിക്കോളാവോസ് എന്നിവരെ തിരഞ്ഞെടുത്തു. അവരെ റസൂലുമാരുടെ മുമ്പിൽ നിർത്തി. റസൂലുമാർ ദുആ ചെയ്ത് അവരുടെ മേൽ കൈകൾ വെച്ചു. അള്ളാഹുവിൻ്റെ കലിമ പ്രചരിക്കുകയും ജെറുസലേമിൽ സ്വഹാബികളുടെ എണ്ണം വളരെ വർദ്ധിക്കുകയും ചെയ്തു. ഇമാമുകളിൽ വലിയൊരു കൂട്ടം മോമിനീങ്ങളായി. സ്തെഫാനോസ് റഹ്മത്തും കൂവത്തും കൊണ്ട് നിറഞ്ഞ് പല കുദ്റത്തുകളും വലിയ അലാമത്തുകളും ജനത്തിൻ്റെ ഇടയിൽ പ്രവർത്തിച്ചു. ക്യുറേനക്കാരും അലക്സാന്ദ്രിയക്കാരും കിലീക്കിയയിലും ഏഷ്യയിൽ നിന്നുള്ളവരും സ്വതന്ത്രന്മാരുടെ പള്ളിയെന്ന് മായനയുള്ളതുമായ സംഘത്തിലെ അംഗങ്ങൾ എഴുന്നേറ്റ് സ്തെഫാനോസിനോട് തർക്കിച്ചു. എന്നാൽ അവൻ്റെ സംസാരത്തിൽ വെളിപ്പെട്ട ഇൽമിനോടും റൂഹിനോടും എതിർത്തു നിൽക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ട് അവർ രഹസ്യമായി ജനങ്ങളിൽ ചിലരെ വശത്താക്കി പറഞ്ഞു, അവൻ മൂസാക്കും അള്ളാഹുവിനും എതിരായി കുഫർ പറയുന്നത് ഞങ്ങൾ കേട്ടു എന്ന്. അവർ ജനങ്ങളെയും ഖാദിമാരുടെ മജ്ലിസിനെയും ഷേഖുമാരെയും ഉലമാക്കളെയും ഇളക്കിവിട്ട് അവനെ കെട്ടി ഖാദിമാരുടെ മജ്ലിസിൻ്റെ മുമ്പിൽ കൊണ്ടുപോയി ഹാജരാക്കി. കള്ളസാക്ഷികൾ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, ഇവൻ ഈ മുഖദ്ദിസായ സ്ഥലത്തിനും തൗറാത്തിനും എതിരായി സംസാരിക്കുന്നതിൽ നിന്ന് ഒരിക്കലും മാറി നിൽക്കുന്നില്ല. ആ നസറനായ ഈസ ഈ സ്ഥലം നശിപ്പിക്കുകയും മൂസ നമുക്ക് നൽകിയിട്ടുള്ള ആചാര മര്യാദകളെല്ലാം മാറ്റുകയും ചെയ്യുമെന്ന് അവൻ പറയുന്നത് ഞങ്ങൾ കേട്ടു. ഖാദിമാരുടെ മജ്ലിസിലുണ്ടായിരുന്നവർ അവൻ്റെ നേരെ സൂക്ഷിച്ചു നോക്കി. സ്തെഫാനോസിൻ്റെ മുഖം അള്ളാഹുവിൻ്റെ ഒരു മലക്കിൻ്റെ മുഖം പോലെ കണ്ടു.